ഹലോ. വീട്ടിലൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നമ്പർ വൺ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. കയ്യിലേക്ക് കാശ് വരുന്നതിന് മുൻഗണന കൊടുക്കുക. ബാക്കിയുള്ള എല്ലാം സെക്കൻഡറിയാണ്, രണ്ടാമത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ്. ഒന്നാമത്തെ പ്രയോറിറ്റി മുൻഗണന കൊടുക്കേണ്ടത് കയ്യിലേക്ക് കാശ് വരുന്ന കാര്യങ്ങൾക്കാണ്. കയ്യിൽ നിന്ന് കാശ് ഇറക്കുന്നതിനാണ് പലരും മുൻഗണന സാധാരണ കൊടുക്കാറ്. എവിടെ സ്പെൻഡ് ചെയ്യാം എന്ന് നോക്കിയിട്ടാണ് പലരും നടക്കുന്നത്. ഒരു ചെറിയ സംരംഭം നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്കത് വരുമാനം കൊണ്ട് തന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി നമുക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാം. ഇപ്പം നിങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങിയാണ്, അത് ഡയറക്റ്റ്ലി സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്. കാരണം റോ മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡയറക്റ്റ്ലി നമുക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കാറിൻ്റെ ടയർ മാറ്റി അലോയ് കയറ്റി, അതൊരു പക്ഷേ നിങ്ങളുടെ സെയിൽ ഡയറക്റ്റ്ലി ജനറേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യണ ഒരു സംഗതിയല്ല. അത് നിങ്ങൾക്കൊരു അൺവാണ്ടഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ കയ്യിലേക്ക് കാശ് വരുന്നതിന് മുൻഗണന കൊടുക്കുക, കയ്യിൽ നിന്ന് കാശ് ഇറങ്ങി പോകുന്നതിനല്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സംഗതി. ഇപ്പോൾ ഒരു വീട് ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ നേരത്ത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം തന്നെ സെയിലിനാണ് മുൻഗണന. ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സംഗതി വിറ്റ് പോകുമെന്നുള്ള പരീക്ഷണമാണ് ആദ്യം നടത്തേണ്ടത്. ഈ പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ടൈമും മണിയും എഫേർട്ടും സ്പെൻഡ് ചെയ്യാമുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആക്കി വെക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പലരും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഓർത്താണ് വറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ട്രേഡ് മാർക്ക്, ലോഗോ, ഗവൺമെൻറ്റിൻ്റെ ഓരോരോ റൂൾസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സംഗതികളും പെർഫെക്റ്റായി ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് കിട്ടിയതിന് ശേഷം മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പറ്റാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ഐഡിയ അതിൻ്റെ ഹോട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകൾ കടന്നു പോകാൻ നേരത്ത് അതിൻ്റെ വീര്യം കുറഞ്ഞു പോകും. പിന്നെ നിങ്ങൾ ഒരിക്കലും ആക്ഷൻ എടുക്കില്ല, അത് ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഒരുപാട് ആളുകൾ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഞാനിത് വെറുതെ ക്യാമറ നോക്കിയിരുന്ന് പറയണതല്ല. എൻ്റെ വാട്സപ്പിൽ വരുന്ന ധാരാളം മെസ്സേജുകളെല്ലാം ഈ ബേസ് ചെയ്തിട്ടാണ്. ആക്ഷൻ എടുക്കാൻ പലർക്കും പേടിയാണ്. ചെറിയ റിസ്ക്, ഇതൊന്നൊരു റിസ്ക്കേ അല്ല, ചെറിയൊരു റിസ്ക് എടുക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ബിസിനസ്. അപ്പോൾ ഐഡിയ അതിൻ്റെ ഏറ്റവും ചൂടായിട്ട് നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കുമ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് ചോദിക്കുക. അനാവശ്യ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ആവശ്യമില്ല. അപ്പോൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾ തുടക്കം തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ഞാനിതിന് പറയണമെന്ന് വെച്ചാൽ WL സ്ട്രാറ്റജി എന്നാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്ട്രാറ്റജി. അതെന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വറി ലേറ്റർ, പിന്നീട് വറി ചെയ്യുക. ചില കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കണം. നിങ്ങളുടെ ഓരോരോ ലൈസൻസുകൾ, ചപ്പ് ചവറ്, അതുപോലെ തന്നെ കുറേ സംഗതികളുണ്ടല്ലോ ബിസിനസ് തുടങ്ങാൻ നേരത്തെ. അത് പറ്റുമോ, ഇത് പറ്റുമോ, അവർ വാങ്ങിക്കുമോ, ഇല്ലേ, കളറ് പച്ച വേണോ, നീല വേണോ, ലോഗോ ആനയുടെ കൊമ്പ് വേണോ, കുതിരയുടെ കൊമ്പ് വേണോ, അങ്ങനത്തെ കുറേ ചപ്പ് ചവറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കുറച്ച് നാളത്തേക്ക് വറി ലേറ്റർ, പിന്നീട് വറി ചെയ്താൽ മാത്രം മതി. ഞാനിത് പറയണത് വലിയൊരു കമ്പനി തുടങ്ങാൻ പോണ ആളെ പറ്റിയോ, എന്താ പറയുക, വലിയ ഡ്രീമുള്ള വലിയ സ്റ്റാർട്ടപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ടെല്ലാം വാങ്ങിച്ചാൽ അങ്ങനത്തെ ഒരാളെ പറ്റിയിട്ടല്ല പറയാം. ഞാൻ ഹോം ബേസ്ഡ് ആയിട്ടുള്ളൊരു ചെറിയ ബിസിനസ് ചെയ്യണ ആളെ പറ്റിയിട്ടാണ്. കാരണം ചെറിയ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് ഇതൊന്നും തന്നെ ബാധകമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് കമ്പനിയുടെ വാല്യുവേഷൻ കൂട്ടാനോ അല്ലെങ്കിൽ ഇതൊരു വലിയ കമ്പനിയാക്കി മാറ്റാനോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുക, സാമാന്യം ഭേദപ്പെട്ട ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതായത് ലോകത്തെ മാറ്റിമറിക്കുക എന്നുള്ള ഡ്രീമും വലിയ വിഷനൊന്നും ആയിട്ട് വരുന്ന ആളുകളല്ല അവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വരുന്നതിൽ മാത്രം ഇനീഷ്യലി ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ടൈമൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പതിയെ
മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നീട് വറി ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അത് പിന്നീട് വറി ചെയ്താൽ മതി. തുടക്കം തന്നെ അതിനെപ്പറ്റി വറി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂല, അതിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വൈകിപ്പിച്ച് പിന്നെ നിങ്ങളുടെ ഐഡിയയുടെ ആ ഒരു ഹോട്ട്നെസ് നഷ്ടപ്പെടും. അതായത് ആ ചൂടങ്ങ് ആറിപ്പോവും. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതിലാണോ തുടർന്ന് പോകണത്, ഏത് സ്റ്റേറ്റിലാണോ തുടർന്ന് പോകണത്, ആ സ്റ്റേറ്റിൽ തന്നെ മാറ്റങ്ങളില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചേഞ്ച് ഒരിക്കലും ഉണ്ടാവില്ല. ജോലിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ ആ ജോലിക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫിലോസഫറുണ്ട്, ജിം റോൺ. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ വരാനിരിക്കുന്ന 5 വർഷങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് തന്നെ ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാനിരിക്കുന്ന 5 വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ പോലെ തന്നെയൊക്കെ ആയിരിക്കും, ഏകദേശം അതേപോലെ തന്നെയൊക്കെ ആയിരിക്കും വരാനിരിക്കുന്ന 5 വർഷങ്ങളും. അപ്പോൾ തുടങ്ങാനാണ് നിങ്ങളുടെ ഉദ്ദേശം, എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വറി ചെയ്യുക, അതാണ് WL സ്ട്രാറ്റജി പറയുന്നത്. വറി പിന്നീട് വറി ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് വറി ചെയ്താൽ മതി. കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് കയ്യിൽ കിട്ടി റിസ്ക് എടുക്കാൻ പേടിച്ച് വിറച്ചിരുന്ന് നിസ്സാര ഒരു സംഗതിയാണ് ഈ ബിസിനസ്സൊക്കെ തുടങ്ങാൻ. ചിലവരൊക്കെ സംശയം വാട്സപ്പിൽ ഭയങ്കര പേടിയോടുകൂടി ചോദിക്കാനാണ് കേട്ടിട്ടുണ്ട്. ഞാൻ പറയും അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, എന്തായാലും ഇപ്പോൾ ഇത്ര പേടിക്കാറില്ല. കൂടി വന്നാൽ 5,000 10,000 നഷ്ടം വരും. ഈ 10,000 രൂപ നഷ്ടം വന്നുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഏത് ജോലിക്ക് പോയാലും എന്താ പറയുക, മിനിമം സാലറി ഇപ്പോൾ 10,000 കിട്ടുമല്ലോ. ഏത് ജോലിക്ക് ഒരു മാസം പോയാലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാവുന്ന അല്ലെങ്കിൽ കൊടുത്തു തീർക്കാവുന്നയോ തുകയാണ് ഇതൊക്കെ ഉള്ളൂ. ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇങ്ങനെ ഒരുപാട് മാസങ്ങൾ ഡിലേ ചെയ്ത് കൊണ്ടുപോകരുത് ഒരിക്കലും. പെട്ടെന്ന് തന്നെ സംഗതി കാണാൻ, ആക്ഷൻ എടുക്കുക, അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക, സംഗതി അങ്ങോട്ട് നടപ്പിലാക്കുക. അതല്ലാതെ ഇപ്പോൾ വീട്ടിലിരുന്ന് സംരംഭം തുടങ്ങുന്ന പലരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടിയാണ്. കാരണം ഇവർക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ വളരെ പേടിയാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ഞാൻ പറയാം, എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. പേജ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ എന്താണോ നിങ്ങൾ മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം നിങ്ങൾ മേക്ക് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പേജ് യൂട്യൂബിലാണ് ഈ ചാനൽ, മറ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിൽ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എങ്കിലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറോട് പറയാം. പ്രൊഡക്റ്റ് വേണ്ട, പ്രൊഡക്റ്റ് മേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ ബിസിനസ് ജേണി അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക. ജെന്യുവിനായിട്ട് എന്താണോ നിങ്ങളുടെ ആ ബ്രാൻഡിൻ്റെ സ്റ്റോറി. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ അകത്തുള്ളതാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയണ കേൾക്കാം അവരുടെ ബ്രാൻഡ് നെയിം പുറത്ത് പറയാൻ പറ്റില്ല, കാരണം അതാരെങ്കിലുമൊക്കെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുമോ, അവരുടെ ഐഡിയ സ്റ്റീൽ ചെയ്ത്. അതൊന്നും ഇവിടെ ആർക്കും വേണ്ട. അതൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്ത് മാത്രം ഒതുങ്ങിയിട്ടുള്ള ചില ബിസിനസ് ഐഡിയകളാണ്. അതിനൊന്നും മാർക്കറ്റിൽ യാതൊരുവിധ വിലയില്ല. അത് വൺസ് പ്രൊഡക്റ്റായി ആളുകൾ വാങ്ങി തുടങ്ങി അതൊരു ലാഭകരമായിട്ടുള്ള കമ്പനിയൊക്കെ ആകുമ്പോഴാണ്. കൊക്കക്കോള ആയതിനു ശേഷമാണ് കൊക്കക്കോളക്ക് വാല്യൂ വന്നത്. അല്ലെങ്കിൽ കൊക്കക്കോള എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ സിയും എല്ലും ഒക്കെ വളച്ച് തിരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഓർത്ത് നിങ്ങൾ തുടക്കത്തിൽ വറി ചെയ്യാതെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി എന്താണ്? ബ്രാൻഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ബിസിനസ് ഐഡിയനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റോറി നിങ്ങളങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റോറി കണ്ടിന്യൂസ് ആയിട്ട് പറയുക. എന്നിട്ട് ആ 31ാമത്തെ ദിവസം മുതൽ നിങ്ങൾ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്ത് തുടങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ ഡെമോകൾ മാത്രം ആദ്യം കാണിച്ചു തുടങ്ങുക. ഈ കഴിഞ്ഞ ദിവസം ഒരു സംരംഭകൻ ചെറിയ +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്തോ പഠിക്കണുള്ളൂ എന്ന് തോന്നുന്നു. അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളി തമിഴ്നാട് എവിടെ പാക്കേജ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് 1,00,000 സംതിങ് എന്തോ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അതിനെ തടഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തതാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നടത്തേണ്ട ഒരു കാര്യം പുള്ളിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം വിറ്റ് പോകുമെന്ന് അറിയില്ലല്ലോ നമുക്ക്.
മാർക്കറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് കസ്റ്റമർ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3-4 സാമ്പിൾ ആദ്യം വാങ്ങിക്കുക. ഈ നിങ്ങൾ ഉദ്ദേശിച്ച പാക്കേജിങ് എന്താണോ ആ പാക്കേജിങ്ങിൻ്റെ ഒരു 3-4-5 പെട്ടി വാങ്ങിച്ചിട്ട് അതിൽ ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആദ്യം തുടങ്ങാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടിയുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 1500-2000 ഒക്കെ വരും. 1 lakh വേഴ്സസ് 2000 വലിയ ഹ്യൂജ് ഡിഫറൻസ് ആണത്. ഒരു സൈഡിൽ 2000-ന് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തിനാ 1.5 ലക്ഷത്തിൻ്റെ പരീക്ഷ നടത്തണം? സെയിം റിസൾട്ടാണ് അത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ തുടങ്ങേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിനോടും ആ പ്രൊഡക്റ്റിനോടും ആ സർവീസിനോടും ആ നിങ്ങളുടെ ഒരു വിഷനോടും, വിഷൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചെറിയ ഐഡിയ അതിനോടും താല്പര്യമുള്ള ഫോളോവേഴ്സ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കാം. ഇപ്പോൾ ജെൻസി ജനറേഷനിൽ വരുന്നവരെല്ലാം കുറച്ച് പേരെങ്കിലും സംരംഭകരായി മാറാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരിൽ ഒരുപാട് പേര് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ പരീക്ഷിച്ച് പലരും വിജയം കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് സ്റ്റോറി പറയുക, അതിലേക്ക് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആവും. അങ്ങനെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഇത് ഓൺലൈനിൽ ചെയ്യണതിൻ്റെ ഒരു ഗുണമാണ്. പുറത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഷോപ്പുകളിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് എത്തിക്കുക. ചില ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കാശ് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അതൊക്കെ ഫിൽട്ടർ ചെയ്ത് പതിയെ കളയുക. കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ ഓൾറെഡി റൂട്ട് സെയിലിന് പോണവരുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയുക, ഏതെല്ലാം ഷോപ്പ് ഓണേഴ്സാണ്, ഏതെല്ലാം ഷോപ്പുകളിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് കാശ് തരാം. ഈവൻ കടം കൊടുത്താലും കൃത്യമായിട്ട് തരുന്നവരുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് അവിടെ മാത്രം ഇനീഷ്യലി വെക്കുക. അങ്ങനെ പതിയെ എക്സ്പാൻഡ് ചെയ്ത് പോലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷനുള്ളൂ. ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സംഗതി എക്സിക്യൂട്ട് ചെയ്യുക. വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങൾ തുടങ്ങാൻ നോക്കുക. ഓൺലൈനിൽ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം, പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ആ മേഖലയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.